നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള കേരള സന്ദർശനം സുരേഷ് ഗോപി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാരാർജി ഭവനിലും അതുപോലെ തന്നെ EK നായനാരുടെ വീട്ടിലും അദ്ദേഹം സന്ദർശനം നടത്തി. ഇന്ന് അദ്ദേഹം എത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാവ് K കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലാണ്. അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മുരളി മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി പത്മജ വേണുഗോപാലിനൊപ്പമാണ് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ വന്നത്. BJP ജില്ലാ നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായാണ് K കരുണാകരനെ കാണുന്നതെന്നാണ് ഈ സ്മൃതി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഇന്ദിരാഗാന്ധി ഭാരതത്തിന്റെ മാതാവായി കാണുന്നത് പോലെയാണ് ഇതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ടെന്നും ഈശ്വര അനുഗ്രഹമായ നിമിഷമാണിതെന്നും ലീഡർ K കരുണാകരന്റെയും സഹധർമ്മിണി അമ്മയെന്ന് ഞാൻ വിളിക്കുന്ന കല്യാണിക്കുട്ടി അമ്മയെ യാത്രയാക്കാൻ സാധിച്ചിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായ K കരുണാകരനോട് എന്റെ തലമുറയിലെ ധീരനായ ഭരണകർത്താവ് എന്ന നിലയിൽ ആരാധനയും ബഹുമാനവുമുണ്ട്. മാനസപുത്രൻ എന്നാണ് അദ്ദേഹം എന്നെ വിളിക്കാറുള്ളത്. ആ വാക്കിനോടുള്ള മര്യാദയാണ് എന്റെ സന്ദർശനത്തിന് പിന്നിൽ. വ്യക്തി നിർവഹണത്തിന് രാഷ്ട്രീയ മാനം കാണേണ്ട ആവശ്യമില്ല. അതായത് വ്യക്തിപരമായിട്ടാണ് താൻ ഈ ഒരു സന്ദർശനം നടത്തുന്നതെന്നും അത് രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളൊന്നും അതിനില്ല എന്നുമാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുന്നത്. ശാരദ ടീച്ചർ അമ്മയാണെങ്കിൽ അതിനു മുമ്പേ കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ. ആ സ്നേഹം ഞാൻ നിർവഹിക്കട്ടെ എന്നും സുരേഷ് ഗോപി പ്രതികരിക്കുകയുണ്ടായി. 2019 തൃശൂരിൽ സ്ഥാനാർത്ഥിയായി എത്തിയപ്പോൾ പത്മജിയോട് സ്മൃതി കുടീരം സന്ദർശിക്കുന്നതിനെ പറ്റി ചോദിച്ചിരുന്നു. എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം അന്ന് പത്മജിക്ക് ഉണ്ടായിരുന്നതിനാൽ അത് പാടില്ല, തെറ്റാണ് എന്നാണ് തന്നോട് പറഞ്ഞത്. തന്റെ പാർട്ടി പ്രവർത്തകരോട് എന്തു പറയുമെന്ന അവരുടെ ചോദ്യത്തെ മാനിക്കുകയാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് അന്ന് ആ സന്ദർശനം മാറ്റിവെച്ചു. പക്ഷേ ഇന്ന് രാജ്യം സമ്മാനിച്ച ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് എന്റെ രാഷ്ട്രീയ ഗുരുക്കന്മാരെ കാണാനെത്തിയതാണ്. സന്ദർശനത്തെ മലിനപ്പെടുത്തരുതെന്നും അത് കുടുംബത്തിന്റെയും പാർട്ടി അണികളുടെയും വികാരത്തെ ബാധിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഈ ആത്മാക്കളുടെ പ്രാർത്ഥന ആവശ്യമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. എന്തായാലും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കേൾക്കാം. കേന്ദ്രമന്ത്രി സഖാവിന്റെ ഭാരതീയനായി ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തി, ഒരു കുടുംബനാഥൻ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എവിഡന്റ്, അതുകൂടെ ഞാൻ പാടില്ല. പക്ഷെ എന്ന് വെച്ചാൽ എൻ്റെ വ്യക്തിയുടെ നിർവഹണം അതെന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അതിനൊരിക്കലും രാഷ്ട്രീയമാനം കാണേണ്ടതില്ല. അഭ്യർത്ഥന ഈ K കരുണാകരനടക്കമുള്ള ശാരദ ടീച്ചർ എൻ്റെ അമ്മയാണെങ്കിൽ അതിന് മുന്നേ എനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടി. അപ്പോൾ ആ സ്നേഹം ഞാൻ നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മാധ്യമങ്ങൾ എന്ന നിലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത വെച്ച് പുലർത്തിക്കോളൂ. വൈകുന്നേരം ചർച്ചയ്ക്ക് വിഷയമാക്കിയെടുത്ത് അത് കച്ചവടമാക്കിയെടുത്ത് ത്യാഗം ചെയ്തുകൊണ്ട്, പക്ഷെ എന്നെ അതിൻ്റെ വീണ്ടും ഞാൻ K കരുണാകരൻ ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന 2019 ഇവിടെ സ്ഥാനാർത്ഥിയായി വരുന്ന സമയത്ത് പത്മജ ചേച്ചിയോട് അപേക്ഷിച്ചത്. പക്ഷെ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം, ഉത്തരവാദിത്വം ആ നായമ്മയ്ക്കുണ്ടായിരുന്നത് കൊണ്ട് അത് പാടില്ല. സുരേഷ്, എൻ്റെ പാർട്ടിക്കാരോട് ഞാൻ എന്ത് പറയും, എനിക്കങ്ങനെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട് എന്ന് പറഞ്ഞത് ഞാൻ മാനിച്ചു, ഇത്രയും കാലം മാനിച്ചു. പക്ഷെ ഇന്ന് രാജ്യം സമ്മാനിച്ച ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് മുന്നേ എത്രയോ കാലം കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അതിനേക്കാൾ ഉന്നതമായ പദവിയിലിരുന്ന എൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ, അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏറ്റവും മുന്തിയ സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന രണ്ട് മഹത് വ്യക്തികൾ എൻ്റെ രാഷ്ട്രീയ പാതയിൽ അല്ലായിരുന്നു എന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല. അത് ദൈവനിർണ്ണയമാണ് എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ആ കപ്പാസിറ്റിയിലാണ് എത്തിയിരിക്കുന്നത്. പക്ഷേ പത്മജ ചേച്ചിക്ക് മുരളിച്ചേട്ടനും ഒന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈശ്വരൻ അരുളി ചെയ്തു തന്ന അനുഗ്രഹമായി കരുതി നിർവഹിച്ചിരിക്കുന്നു. ആ വികാരത്തെ മലിനപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ എൻ്റെ കുടുംബത്തിൻ്റെ വികാരത്തെയാണ് മലിനപ്പെടുത്തുന്നത്.
എനിക്ക് ഇതിനുള്ള അനുവാദം സർവാത്മന തന്നിട്ടുള്ള എൻ്റെ പാർട്ടി അണികളുടെ വികാരത്തെയാണ് നിങ്ങൾ അവഹേളിക്കുക. ദയവ് ചെയ്ത് ഇതിലെ പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം ഈ ആത്മാക്കളുടെ പ്രാർത്ഥനയും എൻ്റെ പ്രവർത്തന ബലത്തിന് ആവശ്യമാണ്. ആ പ്രാർത്ഥനയാണ് ഞാൻ അവിടെ അർപ്പിച്ചത്. വികസന കാര്യത്തിൽ ലീഡർ കെ കരുണാകരൻ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ കെ കരുണാകരന്റെ അത്തരം ഭരണപരമായ മാതൃകകൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം പിന്തുടരും? ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ, മാർക്സിസ്റ്റുകാർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ, ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ ഒ രാജഗോപാലിന് മാത്രമാണ് അതിനോടടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതാണ് കേരളത്തിന്റെ അഡ്മിനിസ്ട്രേഷണൽ ബെനഫിറ്റ്സ് എന്ന് പറയാം. അത് ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാനൊരു പൗരൻ എന്ന നിലയ്ക്ക് ഇവിടെ ഒന്നുകൂടി അടിവരയിട്ട് പറയും. കോൺഗ്രസുകാർക്ക് കരുണാകരൻ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യുക കൂടിയാണ് സന്ദർശനം. ഞാൻ പറഞ്ഞില്ല, അതെല്ലാം കേരളത്തിൽ തന്നെ ചെന്നിട്ട് കേരളത്തിന് അത് തൃശ്ശൂരിനും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു മെഗാ പ്രൊജക്ട് അങ്ങയുടെ മനസ്സിലുള്ള എന്താണ്? ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചർച്ച എന്ന് പറയുന്നത് ഇപ്പോഴാണായത് അല്ലേ? പെട്ടെന്ന് ഉടനെ നാളെ നടക്കണം എന്നൊക്കെ പറഞ്ഞ് ചർച്ചയാവുന്നത് ഇപ്പോഴാണ്. അതിന് ജില്ലാടിസ്ഥാനത്തിൽ, മണ്ഡലാടിസ്ഥാനത്തിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാനുള്ള ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികൾക്ക് അവകാശമുണ്ട്. അവരതിനു വേണ്ടി അടികൂടും, കടിപിടി കൂടും, അതെല്ലാം അവരുടെ അവകാശമാണ്. പക്ഷെ കേരളം എന്ന് പറയുന്ന ഒരു ചിന്ത, കേരളത്തിലെ മലയാളി ജനത എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടെങ്കിൽ പ്രാദേശികത മറന്ന് അവഗണിക്കപ്പെട്ട പ്രദേശങ്ങളിലേക്ക് വികസനം കൊണ്ടുവന്ന് വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന പ്രദേശങ്ങൾക്ക് ഇനിയും ശ്വാസം മുട്ടിക്കാൻ പോലും അവസ്ഥയില്ല എന്ന് പറയുന്ന നിലയ്ക്ക് വികസനം ഒരു എന്താണ് ഒരു ഡ്രക്കോണിയൻ ഷേപ്പ് എടുക്കുക. അതിന്റെ പശ്ചാത്തലത്തിൽ കൃത്യമായിട്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ വാദമുണ്ട്. അതിനകത്ത് പ്രാദേശികത ഇല്ല. ഞാൻ തൃശ്ശൂർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. ആ പദ്ധതി തന്നെയാണ് മുന്തിയ പരിഗണന. അത് 2015 രാജ്യസഭാ MP ആവുന്നതിന് ഒരു വർഷം മുമ്പ് ശ്രീമാൻ ജഗത് പ്രകാശ് നഡ്ഡയെ അറിയിച്ചതും 3 തവണ മുഖ്യമന്ത്രി അന്ന് കണ്ട് ഉന്നയിച്ചതുമാണ്. ഒരു സ്ഥലപ്പേര് പറഞ്ഞ് ഞാൻ എനിക്കറിയാം ആ സ്ഥലപ്പേര് ഉച്ചരിച്ചാൽ കേരളം മുഴുവൻ എൻ്റെ കൂടെ അവിടെയുള്ള മലയാളീസ് അവിടെയും അങ്ങനെ ഒരു ബൃഹത്തായ പദ്ധതി വരുന്നത് വഴി ആ പ്രദേശവാസികളും കുറച്ച് ഗുണം പിടിച്ചു പറിക്കാൻ പാടില്ല. സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥത ഒരു പിടിച്ചുപറിയൊരു ചന്തമസായി. അതുപോലെ കൊച്ചി മെട്രോമായി അങ്കമാലി മണ്ണുറ്റി പുതിയ മെട്രോയ്ക്കുള്ള സാധ്യത സാധ്യത എന്ന് പറയുന്നത് ആവശ്യപ്പെട്ട് അത് പദ്ധതിയായി അംഗീകരിക്കാൻ പറ്റുമോ എന്ന് പറയുന്ന വിലയിരുത്തലിലേക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ ആ സാധ്യതയ്ക്ക് വേണ്ടി അന്വേഷിക്കുന്നിടത്തെത്തണം. ആദ്യം ആ ആവശ്യം ഒഫീഷ്യലായിട്ട് അവിടെ എത്തണം. ഒരു MP ആയിട്ട് അത് എത്തിക്കുമെന്ന് പറഞ്ഞിരുന്നു എന്ന് അവരുടെ തന്നെ കൂട്ടത്തിലുള്ള ട്രഷറി ബെഞ്ചിന്റെ ഭാഗമായ ഒരു ഉത്തരവാദിത്വമുള്ള പൗരനെന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ആ ആവശ്യം ആഴത്തിൽ അവിടെ പതിപ്പിക്കുക. അതിനുവേണ്ടുന്ന ഫീസിബിലിറ്റി സ്റ്റഡി, എക്കണോമിക് ഫീസിബിലിറ്റി, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ആ സംവിധാനത്തിന് എവിടെ വരെ എത്തിയാലും